بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അറിഞ്ഞ് അവിടുന്ന് പരിശുദ്ധമായ ഭവനത്തിലെത്തി ചെയ്ത ഹ്രസ്വമായ ഒരു ഖുതുബയെ കുറിച്ചാണ് പറഞ്ഞത്. സംബന്ധമായ കുറച്ചുകൂടെ വിവരങ്ങൾ ഇവിടെ ഉണ്ട്. വസ്തൗഫൽ കഅകാഇ ഇബ്നു അംറിൻ, മഹാനായ കഅകാഇ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹിക്കായത്ത് ഖുതുബത്തി അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖുതുബ പരിപൂർണമായും അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ഇസ്തൗഫ ഹിക്കായത്ത് ഖുതുബത്തി അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖുതുബയുടെ അത് എടുത്തുദ്ധരിച്ചിരിക്കുന്നു പൂർണ്ണമായും. അദ്ദേഹം പറയുകയാണ്, ഫഖാല ഖാമ അബൂബക്കറിൻ ഫിന്നാസി ഖതീബൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ഖതീബായി എഴുന്നേറ്റ് നിന്നു, പ്രസംഗകനായി എഴുന്നേറ്റ് നിന്നു. ഹൈസു ഖലന്നാസു അബറാത്തിഹി, ജനങ്ങള് അവരുടെ കണ്ണുനീരെല്ലാം വീഴ്ത്തി കരങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരുടെ ദുഃഖങ്ങൾ എല്ലാം ഇറക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവര് വല്ലാത്ത ഒരു വേദനയിൽ കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ ഖതീബായ നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന്. നേരത്തെ പറഞ്ഞായിരുന്നു, അബ്ബാസ് റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അവർ രണ്ടുപേരുമാണ് സ്വന്തം മനസ്സിനെ മുറുകെ പിടിച്ചവർ, അവർ പതറാണ്ട് ഉറച്ചു നിന്നവർ. അദ്ദേഹം ഖതീബായി ബി ഖുതുബത്തിൻ, ഒരു ഖുതുബ, ജുല്ലുഹ സ്വലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖുതുബയിൽ കൂടുതലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. ഫഹമിദല്ലാഹ, അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു, വാസന അലൈഹി, അല്ലാഹുവിനെ അദ്ദേഹം പുകഴ്ത്തി, അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും. വഖാല, അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാണ്ട് ഒരു ആരാധ്യനുമില്ല, വഹദ, അവൻ ഏകനായ നിലയിൽ, സദഖ വഅദ, അവൻ തന്റെ വാഗ്ദാനം സത്യമാക്കി, വനസറ അബ്ദ, അവന്റെ അടിമയെ അല്ലാഹു തആല സഹായിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, വഗലബൽ അഹ്സാബ വഹദ, ശത്രുക്കളെ അവൻ കീഴടക്കി ഒറ്റയ്ക്ക്, ഫലില്ലാഹിൽ ഹംദു വഹദ, അവന് മാത്രം എല്ലാ സ്തുതിയും അവന് മാത്രമാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഖാതമു അംബിയാഇ, നബിമാരുടെ ഖാതമാണ് അവിടുന്ന്, നബിമാരുടെ സീലാണെന്ന് പറയാം, അന്ത്യപ്രവാചകരാണെന്നും പറയാം. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നൽ കിതാബ കമാ ശുരിഅ, നിശ്ചയം കിതാബ് അത് ശറആക്കപ്പെട്ടതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വഅന്നദ്ദീന കമാ ശുരിഅ, ദീൻ അത് ശറആക്കപ്പെട്ടതുപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. വഅന്നൽ ഹദീസ കമാ ഹുദ്ദിസ, നിശ്ചയം ഹദീസ് അത് ആ ഹദീസ് വിവരിക്കപ്പെട്ടതുപോലെയാണ്, യാതൊരു സംശയവുമില്ല, വ്യത്യാസവുമില്ല. വഅന്നൽ ഖൗല കമാ ഖാല, അവിടുന്ന് കൗലുകൾ അവിടുന്ന് പറഞ്ഞതുപോലെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. വഅന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ, നിശ്ചയം അല്ലാഹു അവൻ ഹക്കാണ്, അവൻ മുബീനാണ്, വ്യക്തമാണ്, വ്യക്തമായ ഹക്കാണ് അല്ലാഹു തആല, യാതൊരുവിധ സാങ്കല്പിക ചിന്തയും ഉള്ളതല്ല. അല്ലാഹു തആല ഹക്കാണ്, അവൻ മുബീനായ ഹക്കാണ്, വളരെ വ്യക്തമായ ഹക്കാണ് അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹുമ്മ ഫസല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വനബിയ്യിക വഹബീബിക വഅമീനിക വഖീറതിക വസഫ്വതിക ബിഅഫ്ളലി മാ സല്ലൈത ബിഹി അലാ അഹദിൻ മിൻ ഖൽഖിക, അല്ലാഹുമ്മ വജ്അൽ സ്വലവാതിക വമുആഫാതിക വറഹ്മതിക അലാ സയ്യിദിൽ മുർസലീൻ വഖാതമിൻ നബിയ്യീൻ വഇമാമിൽ മുത്തഖീൻ മുഹമ്മദിൻ ഖായിദിൽ ഖൈരി വഇമാമിൽ ഖൈരി വറസൂലിർ റഹ്മ, അല്ലാഹുമ്മ ഖർരിബ് സുൽഫതഹു വഅള്ളിം ബുർഹാനഹു വകർരിം മഖാമഹു വബഅസുഹു മഖാമൻ മഹ്മൂദൻ യഗ്ബതുഹു ബിഹിൽ അവ്വലൂന വൽ ആഖിറൂൻ വൻഫഅനാ ബിമഖാമിഹിൽ മഹ്മൂദി യൗമൽ ഖിയാമ വഅഖ്ലിഫുഹു ഫീനാ ഫിദ്ദുനിയ വൽ ആഖിറ വബല്ലിഗ്ഹു الدرجة والوسيلة
ഫിൽ ജന്ന. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നീണ്ട സ്വലാത്ത്, ബർക്കത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയതാണ്. അല്ലാഹുവേ ഫസല്ലി, നീ അനുഗ്രഹം ചെയ്യണേ, അലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ മേൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദിക, നിന്റെ അടിമയായ, വ റസൂലിക, നിന്റെ തിരുദൂതരായ, വ നബിയിക, നിന്റെ നബിയുമായ, വ ഹബീബിക, നിന്റെ ഹബീബുമായ, വ അമീനിക, നിന്റെ ഭാഗത്തുനിന്നുള്ള വിശ്വസ്തരായ, വ ഖീറത്തിക, നിന്റെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ, വ സഫ്വത്തിക, നിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പരിശുദ്ധരായ, സ്ഫുടം ചെയ്യപ്പെട്ടവർ, അങ്ങനെയുള്ള പ്രവാചകർക്ക് നീ സ്വലാത്ത് ചെയ്യണേ. ബിഅഫ്ളലി മാ സ്വല്ലൈത ബിഹി അലാ അഹദിൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ നീ ചെയ്ത സ്വലാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, നിന്റെ സൃഷ്ടിയിൽപ്പെട്ട ആർക്കും ചെയ്ത സ്വലാത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം നീ ചെയ്യണേ. അല്ലാഹുമ്മ, അല്ലാഹുവേ, വജഅൽ സ്വലവാതിക, നിന്റെ സ്വലാത്തുകളെ നീ ആക്കണം, വമുആഫാതിക, നിന്റെ മാപ്പുകളെ, വറഹ്മതക, നിന്റെ കരുണയും, അലാ സയ്യിദുൽ മുർസലീൻ, സയ്യിദുൽ മുർസലീന്റെ മേൽ നിക്ഷേപിക്കണം, വഖാതമിൻ നബിയീൻ വ ഇമാമിൽ മുത്തഖീൻ മുഹമ്മദിൻ, മുഹമ്മദിന്റെ മേൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖായിദുൽ ഖൈരി, ഖൈറിന്റെ വാഹകർ, വ ഇമാമിൽ ഖൈരി, ഖൈറിന്റെ ഇമാം, വ റസൂലിർ റഹ്മ. അല്ലാഹുമ്മ ഖർരിബ് സുൽഫതഹു, അല്ലാഹുവേ നീ അടുപ്പിക്കണേ, സുൽഫതഹു, അവിടുന്നിന്റെ സാമീപ്യത്തെ നീ അടുപ്പിക്കണേ, അവിടുന്നിന്റെ നീയുമായിട്ടുള്ള സാമീപ്യത്തിനെ കൂടുതൽ നീ അടുപ്പിക്കണേ. അങ്ങനെ അർത്ഥം വയ്ക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്നതിനോടുള്ള സാമീപ്യത്തിനെ നീ കൂടുതലായി അടുപ്പിക്കണേ, അങ്ങനെയും പറയാം. വഅള്ളിം ബുർഹാനഹു, അല്ലാഹുവേ അവിടുന്നിന്റെ ബുർഹാനിനെ നീ മഹത്തരമാക്കണേ, തെളിവുകളെ. വകരിം മഖാമ, അവിടുന്നിന്റെ മഖാമിനെ നീ ബഹുമാനിക്കണേ. വബഅസ്ഹു, അവിടുന്ന് നീ യാത്രയാക്കണേ, മഖാമൻ മഹമൂദൻ, സ്തുത്യർഹമായ സ്ഥാനത്ത് അവിടുന്ന് നീ യാത്രയാക്കണേ. യഗ്ബിതുഹു ബിഹിൽ അവ്വലൂന വൽ ആഖിറൂൻ, അതിന്റെ പേരിൽ അവ്വലുകളും ആഖിറുകളും അവിടുത്തെ മേൽ ഗിബ്തത്ത് വെക്കും. ഓ, എന്തൊരു അനുഗ്രഹമാണ് അല്ലാഹു തആല നൽകിയത് എന്ന നിലയിൽ അവര് ഗിബ്തത്ത് വെക്കും. ആ രൂപത്തിലാക്കണേ. വൻഫഅന, നീ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യണേ, ബിമഖാമിഹിൽ മഹ്മൂദി, മഹ്മൂദായ സ്തുത്യർഹമായ അവിടുന്നിന്റെ സ്ഥാനം കൊണ്ട് ഞങ്ങൾക്ക് നീ പ്രയോജനം ചെയ്യണേ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വാഖിലിഫുഹു, നീ അവിടുന്ന് ഖലീഫയാക്കണേ, ഫീന, ഞങ്ങളിൽ, ഫിദ്ദുന്യാ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ അവിടുന്ന് ഖലീഫയാക്കണേ. വബല്ലിഗ്ഹു, അവിടുന്ന് നീ എത്തിക്കണേ, ദറജത്ത, ഉന്നതമായ ദർജയിലേക്ക്, വൽ വസീലത്ത, വസീല എന്ന മഹത്തരമായ പദവിയിലേക്കും, ഫിൽ ജന്ന, സ്വർഗത്തില്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അൽഹംദുലില്ലാഹ്. ഒരു സ്വലാത്ത് ആദ്യം ചൊല്ലി, ഇപ്പോ അർത്ഥം പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം കൂടെ ആ സ്വലാത്ത് ചൊല്ലാം. اللهم فصل على محمد عبدك ورسولك ونبيك وحبيبك وأمينك وخيرتك وصفوتك بأفضل ما صليت به على أحد من خلقك. اللهم واجعل صلواتك ومعافاتك ورحمتك على سيد المرسلين وخاتم النبيين وإمام المتقين محمد قائد الخير وإمام الخير ورسول الرحمة. اللهم قرب زلفته وعظم برهانه وكرم مقامه وبعثه مقاما محمودا يغبطه به الأولون والآخرون وانفعنا بمقامه المحمود يوم القيامة وآخلفه فينا في الدنيا والآخرة وآخلفه فينا في الدنيا والآخرة وآخلفه فينا في الدنيا والآخرة وبلغه الدرجة والوسيلة في الجنة. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم إنك حميد مجيد. ഇത്രയും പറഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നോ നിശ്ചയമായും, മൻ കാന യഅബുദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, അവിടുന്ന് വഫാത്തായി പോയി, സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന യഅബുദുല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിക്കോ, ഫഇന്നല്ലാഹ ഹയ്യുൻ, അവൻ ഹയ്യാണ് എപ്പോഴും, ലം യമുത്ത്, അവന് മരണമില്ല. ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ഖദ് തഖദ്ദമ ഇലൈക്കും,
നിങ്ങളോട് അള്ളാഹു നേരത്തെ പറഞ്ഞതാണ് ഫിയാംദി അവിടുന്നിന്റെ കാര്യത്തിൽ നേരത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണല്ലോ, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ അഫഇൻ മാതൗ ഖുതില. അതുകൊണ്ട് ഫലാ തദഉഹു ജസഅ, നിങ്ങൾ അവിടുന്ന് ജസഅയിലേക്ക് വിളിക്കരുത്, പരിഭ്രാന്തിയിലെ വിളിച്ച് അവിടുന്ന് വിഷമിപ്പിക്കരുത്. ഫഇന്നല്ലാഹ അസ്സ വജല്ല, കാരണം അല്ലാഹു തആല ഖദ് ഇഖ്താറ ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അവന്റെ നബിക്ക് അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു മാ അൻദഹു, അവന്റെ അടുക്കലുള്ള ഉന്നതമായ അനുഗ്രഹത്തിന്, അലാ മാ അൻദക, നിങ്ങളുടെ അടുക്കലുള്ള ഭൗതികമായ അനുഗ്രഹത്തിനേക്കാൾ അവന്റെ അടുക്കലുള്ള ഉന്നതമായ അനുഭൂതി അള്ളാഹു തെരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നു. അവിടുന്ന് വഫാത്തിന് മുമ്പ് അത് പറഞ്ഞാണല്ലോ, അള്ളാഹു ഒരു അടിമയ്ക്ക് ഖൈർ ദുന്യാവിലുള്ളതും അവന്റെ അടുക്കലുള്ളതിനെയും വെച്ച് നീട്ടി ആ അടിമ അവന്റെ അടുക്കലുള്ളതിനെ തെരഞ്ഞെടുത്തു. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു തആല അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി ഇലാ സവാബിഹി, അവന്റെ സവാബിലേക്ക്. ഖലഫ ഫീക്കും, അള്ളാഹു തആല നിങ്ങളിൽ പകരമാക്കിയിട്ടുണ്ട് കിതാബുഹു, അള്ളാഹുവിന്റെ കിതാബിനെ, വസുന്നത്ത് നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് സുന്നത്തിനെയും അള്ളാഹു തആല പകരമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മതി. ഫമൻ അഖദ ബിഹി, മൈദരണ്ടിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ അറഫ, അവൻ ആരിഫായി. വമൻ ഫറഖ ബൈനഹും, രണ്ടിന്റെ ഇടയിൽ വേർതിരിച്ചു, ഖുർആന്റെ ഹദീസിന്റെ ഇടയിൽ ഖുർആനെ സ്വീകരിച്ചു, ഹദീസിനെ തള്ളി, അങ്ങനെ ചെയ്താൽ അങ്കറ, അവൻ എന്തായി? അവൻ മുൻകറായി, അവൻ മഅറൂഫ് അല്ലാത്തവനായി, അവൻ അപരിചിതനായിട്ട് മാറും. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി, സത്യവിശ്വാസികളെ നിങ്ങൾ ഖവ്വാമുകളാകിൻ, നിലനിൽക്കുന്നവരാകിൻ, നീതിയോടുകൂടി നിലനിൽക്കുന്നവരാകിൻ. ഈ ആയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ യുശ്ഗിലന്നകുമുശ് ശൈത്താനു, ശൈത്താൻ നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ, ബി മൗത്തി നബിയിക്കും, നിങ്ങളുടെ നബിയുടെ മൗത്ത് കൊണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശൈത്താന് ജോലി ഉണ്ടാക്കി കൊടുക്കരുത്. വലാ യുഫ്തിനന്നക്കും, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ, അൻ ദീനിക്ക്, നിങ്ങളുടെ ദീനിനെയും വിട്ട്, പ്രവാചകൻ പോയല്ലോ ഇനി വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കുറെ പേര് അങ്ങനെ പോയല്ലോ. അതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വആജിലു ശൈത്താന, ശൈത്താന് നിങ്ങൾ പെട്ടെന്ന് ശിക്ഷ കൊടുക്കിൻ. ആജല എന്ന് പറഞ്ഞാൽ വേഗം ശിക്ഷിച്ചു എന്നാ. ശൈത്താന് നിങ്ങൾ പെട്ടെന്ന് ശിക്ഷ കൊടുക്കിൻ, ബിൽ ഖൈർ, ഖൈർ ചെയ്തിട്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഖൈറും ശൈത്താനിനുള്ള ശിക്ഷയായിരിക്കും. അങ്ങനെ ചെയ്താൽ തുഅ്ജിസൂഹു, നിങ്ങൾ ആ പിശാചിനെ അശക്തനാക്കുന്നവരായി തീരും. വലാ തസ്തൻദിറൂഹു, നിങ്ങൾ ആ പിശാചിന് സാവധാനം കൊടുക്കരുത്, സമയം കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ഉടൻ തന്നെ ഖൈർ ചെയ്ത് നിങ്ങൾ പിശാചിന് ശിക്ഷ കൊടുക്കാതെ സാവധാനമായി നിങ്ങൾ താമസിപ്പിച്ചാൽ ഫയൽഹഖു ബിക്കും, നിങ്ങളോടവൻ വന്ന് ചേരും. വയുഫ്തിനക്കും, നിങ്ങളെ അള്ളാഹു അവൻ ഫിത്നയിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ശൈത്താന് നിങ്ങൾ എന്ത് ചെയ്യരുത്? താമസം കൊടുക്കരുത്. ശൈത്താനെ ശിക്ഷിക്കണം, ഉടൻ തന്നെ ശിക്ഷിക്കണം. ആ ശിക്ഷ എന്താണ്? നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ പിശാചിന് ശിക്ഷ വരും. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം പറയാണ്, ലമാ ഫറഗ അബൂബക്കറിൻ മിൻ ഖുത്ബതിഹി, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഖുത്ബയിൽ നിന്നും വിരമിച്ചപ്പോൾ, ഖാല, അദ്ദേഹം ചോദിച്ചു, യാ ഉമറേ റളിയല്ലാഹു അൻഹു, അന്തല്ലദീ ബലഗനി അന്നക തഖൂലു മാ മാത നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അള്ളാഹു റസൂൽ മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് വിവരം ലഭിച്ചല്ലോ, ശരിയാണോ? അമാതറ, നീ മനസ്സിലാക്കുന്നില്ലേ ഉമറെ, അന്ന നബി അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അവിടുന്ന് അരുളി, യൗമ കഥ, ഇന്ന ദിവസം, കഥാവ കഥ, ഇന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ അവിടുന്ന് മരണവുമായി ബന്ധപ്പെട്ട്. അവിടുന്ന് മരണവുമായിട്ട് ഒരുപാട് പ്രാവശ്യം അവിടുന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജത്തുൽ വദായിൽ ഒരുപാട് പറഞ്ഞതാണ്. വയൗമ കഥ, ഇന്ന ദിവസം, കഥാവ കഥ, ഇന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ. വഖാലത്താല, അല്ലാഹു തആല പറഞ്ഞു, ഫീ കിതാബി, അവന്റെ കിതാബിൽ, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ, നിശ്ചയം താങ്കൾ മരണപ്പെടുന്നവരാണ്, അങ്ങേ വിമർശിക്കുന്നവരും മരണപ്പെടും. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിന്റെ സത്യം, ലകഅന്നി ലം അസ്മഅ ബിഹാ, ഈ ആയത്തിന് ഞാൻ കേൾക്കാത്തതുപോലെ, ഫീ കിതാബിൽ, അള്ളാഹുവിന്റെ കിതാബിൽ, ഖബലൽ ആൻ, ഇതിനു മുമ്പ്. എന്താ അങ്ങനെ തോന്നിയത്? ലിമാ നസല ബിന, ഞങ്ങളിൽ വന്ന് ഇറങ്ങിയ ആ വല്ലാത്ത വിപത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ആയത്തെല്ലാം മറന്നുപോയി. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നൽ കിതാബ കമാ ഉൻസില, എങ്ങനെ ഇറക്കപ്പെട്ട അങ്ങനെ തന്നെയാണ്. വാനൽ ഹദീസ കമാ ഹുദ്ദിസ, ഹദീസ് എങ്ങനെയാണോ പറയപ്പെട്ട അങ്ങനെ തന്നെയാണ്. വാനല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, വസലവാത്തുല്ലാഹി അലാ റസൂലിഹി, അള്ളാഹുവിന്റെ ഗുണങ്ങൾ അവന്റെ റസൂലിന്റെ മേൽ ഉണ്ടാവട്ടെ. വഇൻദല്ലാഹി,
നഹ്തസിബു, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾ ഈ ക്ഷമയ്ക്കുള്ള പ്രതിഫലം ആഗ്രഹിക്കുന്നു. റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് ഞങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുമ്മ ജലസീല അബീബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ അദ്ദേഹം ഇരുന്നു. വകാലത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറയാണ്, ലമ്മ ജിത്തമഉ, സഹാബത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ, ലി ഗുസ്ലിഹി, അവിടുന്ന് കുളിപ്പിക്കാൻ, ഖാലു, അപ്പോ അവര് പറഞ്ഞു, വല്ലാഹി മാ നദിരി കൈഫ നുഗ്സിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയാ കുളിപ്പിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അനുജരിദുഹു അൻ സിയാബിഹി, അവിടുന്ന് വസ്ത്രത്തിനെ മാറ്റണോ, വസ്ത്രത്തിൽ നിന്ന് അവിടുന്ന് നമ്മള് തനിപ്പിക്കണോ എന്ന് ചോദിച്ചാൽ വസ്ത്രത്തിനെ മാറ്റണോ. കമാ നസ്നഉ ബി മൗതാന, നമ്മൾപ്പെട്ട മരണപ്പെട്ടവരെ കുളിപ്പിക്കുമ്പോൾ തുണി മാറാറുണ്ടല്ലോ, അതുപോലെ ചെയ്യണോ. അതല്ല നുഗ്സിലു, നമ്മൾ അവനെ അവിടുന്ന് കുളിപ്പിക്കണോ, ഫി സിയാബിഹി, അവിടുന്ന് വസ്ത്രത്തിലായ നിലയിൽ വസ്ത്രം മാറ്റാണ്ട് തന്നെ. കാലത്ത് ആയിഷ ബി പറയുകയാണ്, ഫാറസലുള്ളാഹു അലൈഹി മിൻ നൗം, അല്ലാഹു തആല അവർക്കെല്ലാം ഉറക്കം കൊടുത്തു. ഹത്താ മാ ബഖിയ മിന്നും, അവരിൽ നിന്നും ശേഷിച്ചില്ല അതിന് ഒറ്റയാളും ഇല്ലാ വാളിഉൻ ലിഹ്യതഹു അലാ സദ്രിഹി, ഓരോരുത്തരും അവന്റെ ദാടിയെ നെഞ്ചിൽ വെച്ചിട്ടില്ല, താഴേക്ക് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുക നായിമൻ. അപ്പൊ സുമ്മ കാല ഖായിലിൻ, ഒരു വിളിച്ചു പറയുന്ന ആള് പറയുന്നതായിട്ട് കേട്ടു, ലാ യുദ്റാ മൻ ഹുവ, ആരാണെന്ന് അറിയപ്പെടുന്നില്ല. എന്താ വിളിച്ചു പറഞ്ഞത്? ഗസ്സിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിയാബിഹി, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കുളിപ്പിക്കുന്ന അവിടുന്ന് വസ്ത്രത്തിലായ നിലയിൽ. അങ്ങനെ ഫന്തബഹു, അവർ ഉണർന്നു. ഫഅലു ദാലിക, അവർ അത് ചെയ്തു. അങ്ങനെ ഗുസ്സില, അവിടുന്ന് കുളിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിക്കപ്പെട്ടു. ഫി ഖമീസിഹി, അവിടുന്ന് ഖമീസിൽ. ഹത്താ, അങ്ങനെ ഇദാ ഫറഗു മിൻ ഗുസ്ലിഹി, അവിടുന്ന് കുളിപ്പിക്കലിൽ നിന്നും അവര് വിരമിച്ചപ്പോൾ, കുഫിന, അവരെ അവിടുന്ന് കഫൻ ചെയ്യപ്പെട്ടു. വഖാല അലിയുൻ കറമല്ലാഹു വജ്ഹഹു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, അറദിന, ഞങ്ങൾ വിചാരിച്ചു, ഖൽഅ ഖമീസിഹി, അവിടുന്ന് ഖമീസ് ഊരാൻ ഞങ്ങൾ വിചാരിച്ചു. ഫനൂദീന, അപ്പൊ വിളിച്ചു പറയപ്പെട്ടു ഞങ്ങളോട്, ലാ തഖ്ലഉ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാബഹു, അവിടുന്ന് തൊട്ട് അവിടുന്ന് വസ്ത്രത്തിനെ നിങ്ങൾ ഊരരുത്. നേരത്തെ പറഞ്ഞ ഖിദ്ർ ഇല്യാസ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ മലക്കുകളായിരിക്കാം. അങ്ങനെ ഫഅഖറർനാഹു, ഞങ്ങൾ അതിനെ സ്ഥിരപ്പെടുത്തി. ഫഗസൽനാഹു, ഞങ്ങൾ അവിടുന്ന് കുളിപ്പിച്ചു. ഫി ഖമീസി, അവിടുന്ന് ഖമീസിലായ നിലയിൽ. കമാ നഗ്സുൽ മൗത, ഞങ്ങൾ മരണപ്പെട്ടവരെ കുളിപ്പിക്കുന്ന പോലെ തന്നെ കുളിപ്പിച്ചു. മുസ്തൽഖിയൻ, അവിടുന്ന് മലർന്നു കിടന്ന നിലയിൽ. മാ നശാഉ, ആ അവസ്ഥ പറയാൻ, മാ നശാഉ, ഞങ്ങൾ വിചാരിക്കുന്നില്ല, അൻ യഖ്ലിബ ലനാ മിൻഹു ഉളുവുൻ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മറിഞ്ഞു കിട്ടണമെന്ന് അവിടുന്ന് ഒരു അവയവം കഴുകാൻ. ലം യുബാലഗ ഫി, അതിൽ കടുപ്പം കാണിക്കപ്പെട്ടില്ല മറിക്കാൻ. ഇല്ലാ കലബലന, അല്ലെങ്കിൽ ഇല്ലാ കുലിബലന, ഞങ്ങൾക്കത് മറിച്ചു നൽകപ്പെട്ടിട്ടല്ലാതെ. അഥവാ ഉദ്ദേശിക്കുമ്പോൾ ആ അവയവത്തിന്റെ ഭാഗം മറിഞ്ഞു വരുമായിരുന്നു, ഞങ്ങൾക്ക് മറിക്കേണ്ടി വന്നില്ല. ഹത്താ നഫ്റുഗ മിന്നു, ഞങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നവരെ. അങ്ങനെ ശരീരം ഇങ്ങനെ ഞങ്ങളോട് ആ തിരുശരീരം വഴങ്ങിക്കൊണ്ടേയിരുന്നു. പിന്നെ മഅന, ഞങ്ങളോടൊപ്പം ഉണ്ടില്ല, ഹഫീഫൻ, ഒരു ചെറിയൊരു നേർത്ത ശബ്ദം ഞങ്ങളുടെ ഇങ്ങനെ ഉണ്ട്. ഫിൽ ബൈത്തി, വീട്ടിൽ, റഹ, മന്ദമാരുതന്റെ ശബ്ദം പോലെ, നേരത്തെ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. വയസൂത്തുബിന, ആ ശബ്ദം ഞങ്ങളോട് വിളിച്ചു പറയുന്നു, ഇർഫഖു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ മയം കാണിക്കിൻ. ഫഇന്നകും സതുഖ്ഫൗന, നിങ്ങളെ പിന്നീട് മതിയാക്കപ്പെടും, അഥവാ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അഥവാ അവിടുന്നോട് മയം കാണിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷയും കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫഹാകദാ കാനത്ത് വഫാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ അവസ്ഥ, ഇപ്രകാരമായിരുന്നു. വലം യത്രുക്ക്, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടിട്ട് പോയില്ല, ഞങ്ങളുടെ മുമ്പിൽ ശേഷിപ്പിച്ചില്ല. സബുദൻ വല ലബുദൻ, ഒന്നിനെയും ശേഷിപ്പിച്ചില്ല. ഇല്ലാ ദുഫിന മഅഹു, അവിടുന്നോടൊപ്പം അതിനെ ദഫൻ ചെയ്യപ്പെട്ടിട്ടല്ലാതെ. മാഫിഹി, മാലഹു സബുദുൻ വല ലബുദുൻ എന്ന് പറയും അറബിയിൽ, അയാൾക്ക് ഒന്നുമില്ല എന്നർത്ഥം. അപ്പൊ അവിടുന്ന് ശേഷിപ്പിച്ചില്ല ഒന്നിനെയും, അതായത് അവിടുന്ന് മുമ്പിലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ, അവിടുന്ന് പരിശുദ്ധമായ ശരീരത്തിൽ വിട്ടുപോയ രോമങ്ങൾ, നഖമുണ്ടെങ്കിൽ നഖം, ചെറിയ ചെറിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ഖബർ ഷരീഫിൽ പിന്നെ ദഫൻ ചെയ്യപ്പെട്ടു, ഒന്നും ബാക്കി വെച്ചില്ല. ഇല്ലാ ദുഫിന മഅഹു, ഇതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
അവിടുന്ന് ആരെങ്കിലും കൊടുത്ത വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കഫൻ ചെയ്യപ്പെട്ടു, വസ്ത്രം അതിൻ്റെ ഉള്ളിലിടപ്പെട്ടു. കാല അബൂ ജാഫർ എന്ന് പറയുന്ന റാവി പറയാണ്, ഫുരിഷ ലഹദുഹു, അവിടുന്ന് ലഹദിൽ വിരിക്കപ്പെട്ടു, ബി മഫ്രഷിഹി, അവിടുന്ന് വിരിപ്പിനെ, ഖതീഫത്തു, അവിടുന്ന് കട്ടിയുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു, അതിനെയും വിരിക്കപ്പെട്ടു. ഫുരിഷത്ത് സിയാബുഹു, അവിടുന്ന് വസ്ത്രങ്ങളെല്ലാം വിരിക്കപ്പെട്ടു, അലിഹ, ഈ ഖതീഫത്തിന്റെ മുകളിൽ, അല്ലത്തി കാന യൽബസു യഖ്ലാന, അവിടുന്ന് ഉണർന്ന നിലയില് പിന്നെ അവിടുന്ന് ധരിക്കുമായിരുന്ന വസ്ത്രങ്ങളെല്ലാം അവിടെ വിരിക്കപ്പെട്ടു. അൽ ഖതീഫത്തി വൽ മഫ്രഷി, നേരത്തെ പറഞ്ഞ കട്ടിയുള്ള പുതപ്പിന്റെ മേലും ആ വിരിപ്പിന്റെ മേലും എല്ലാം കൂടെ. സുമ്മ പിന്നീട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വെക്കപ്പെട്ടു, അലിഹ, അവകളുടെ മേൽ, ഫി അക്ഫാനി, അവിടുന്ന് കഫനുകളിലായ നിലയിൽ അവിടുന്ന് ആ വസ്ത്രങ്ങളുടെ മേൽ വെക്കപ്പെട്ടു. ഒന്നും ശേഷിപ്പിച്ചില്ല ദുനിയാവില്. ഫലം യത്രുക്ക് ബഅദ വഫാത്തിഹി, അവിടുന്ന് വഫാത്തിന് ശേഷം വിട്ടിട്ട് പോയിട്ടില്ല, മാലൻ, സ്വത്തിനെയൊന്നും വിട്ടിട്ട് പോയിട്ടില്ല. വലാ ബനാ ഫി ഹയാത്തിഹി, അവിടുന്ന് ജീവിതകാലത്ത് അവിടുന്ന് ഉണ്ടാക്കിയിട്ടില്ല, ലബനത്തിൻ അല ലബനത്തിൻ, ഇഷ്ടികയുടെ മേൽ വെച്ച് വലിയ മാളികയൊന്നും അവിടുന്ന് ഉണ്ടാക്കിയില്ല. വലാ വലാ കസബത്തിൻ അല കസബത്തിൻ, മുളകമ്പുകളുടെ മേൽ വെച്ചിട്ട് അങ്ങനെയുള്ള കാണാനുള്ള ഭംഗിയുള്ള ഒരു വീടോ കുടിലോ ഒന്നും അവിടുന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ശേഷിപ്പിച്ചിട്ടുമില്ല. അവിടുന്ന് ഭാര്യമാർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ മുറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഫാത്തിഹി, അവിടുന്ന് വഫാത്തിലുണ്ട്, ഇബ്റത്തുൻ താമ്മ, പരിപൂർണമായ ഗുണപാഠമുണ്ട്, ബലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്കുണ്ട്, ബിഹി, അതിൽ, ഉസ്വത്തുൻ ഹസന, നല്ലൊരു മാതൃകയുണ്ട് അവിടുന്ന് വഫാത്തിൽ. അവിടെ ഒന്നും ശേഷിപ്പിക്കാണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉദമയും ശഫാഅത്തു സുഗറയും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് വേർപാടിൽ വേദനിക്കുക എന്നുള്ളതാണ് ഒരു ഉമ്മത്തിന്റെ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ദുഃഖം. അതായിരിക്കണം, അത് ഏറ്റവും വലിയ ഉന്നതമായ അനുഗ്രഹമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ഒരു ഹദീസിൽ കാണുന്നുണ്ട്, കുറെ സ്ത്രീകളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും 3 മക്കൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മക്കൾ കാരണമായി അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഒരു സ്ത്രീ ഒരു സൈഡിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, നബിയെ, 2 ആണെങ്കിലോ, എനിക്ക് 2 പേരേ പോയിട്ടുള്ളൂ. അവിടുന്ന് 2 മക്കൾ മരണപ്പെട്ടാലും, 3 മക്കൾ മരണപ്പെട്ടാലുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്, 2 മക്കൾ മരണപ്പെട്ടാലും അവർക്ക് ആ സ്വർഗം കിട്ടും. വേറെ സ്ത്രീ ചോദിച്ചു, നബിയെ, എനിക്ക് ഒരു മകൻ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമോ? അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ എന്നർത്ഥം. ഈ 3 മക്കൾ മരിച്ചു, ക്ഷമിച്ചു, 2 മകൻ മരിച്ചു, ക്ഷമിച്ചു, ഒരാൾ മരിച്ചു, ക്ഷമിച്ചു, ആ ക്ഷമിക്കുന്നതിന്റെ കൂലിയായിട്ട് അല്ലാഹു തആല സ്വർഗം നൽകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ ഒരു കുട്ടിക്ക് മരിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ വാവിട്ട് കരഞ്ഞു, നബിയെ, എനിക്ക് ആരും മരിച്ചിട്ടില്ല, ഞാൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? അവിടുന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ മതി, സ്വർഗത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും. അഥവാ എന്റെ വേർപാടിൽ നീ ദുഃഖിക്കുകയാണെങ്കിൽ, ഓരോ മുഅ്മിനോടുള്ള അവിടുന്ന് പ്രഖ്യാപനമാണ്, അവിടുന്ന് വേർപാടിൽ ദുഃഖിക്കുകയാണെങ്കിൽ, അതാ ഏറ്റവും വലിയ ദുഃഖമായി കണക്കാക്കുകയാണെങ്കിൽ, അൽഹംദുലില്ലാ, അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. ഹൗദുൽ കൗസറിന്റെ അടുക്കൽ അവിടുന്ന് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്നോടൊപ്പം അള്ളാഹുവിന്റെ റിളായിൽ അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ബിഹഖി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.